നമ്മുടെ ശുശ്രൂഷ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ വളരെ നന്നായി പോകുന്നു. നിങ്ങൾ വളരെ ടേക്കപ്പ് ചെയ്യുന്നു. ഒത്തിരി പേര് കൃത്യസമയത്ത് എഴുന്നേൽക്കുന്നുണ്ട്. അത് വചനത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കാൻ വേണ്ടി ശിരസ് നമിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം വാങ്ങുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമുക്ക് ആ അനുഗ്രഹത്തിൻ്റെ ദിവസത്തിലേക്ക് പ്രവേശിക്കാം. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, ശിരസ് നമിച്ച കൈകൾ കുപ്പി അങ്ങയുടെ തിരുസന്നിധിയിൽ നിൽക്കുന്ന അങ്ങയുടെ മക്കളുടെ മേലെ നിന്റെ വലിയ കൃപ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ ദിവസം ഞങ്ങൾക്ക് നൽകിയതിന് നന്ദി പറയുന്നു ഈശോയെ. കർത്താവേ, ഈ കൂട്ടത്തിൽ ഒത്തിരി പേര് വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിലൂടെ ഇന്ന് കടന്നു പോവുകയാണ്. അവരെല്ലാം നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ തിരുമുറിവാടുന്ന ആണിപ്രതാടുന്ന വലതുകരം ഈ പ്രഭാതത്തിൽ അങ്ങയുടെ മക്കളുടെ ശിരസ് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, ഈ മക്കൾക്ക് എല്ലാം വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. കർത്താവ്, അന്തരകാഴ്ച നൽകുവനെ, ചെകിടിനെ കേട് നൽകുവനെ, ഊമന് സംഭാഷണത്തിൽ നൽകുവനെ, ഒരു രോഗത്തെക്കുറിച്ച്, കുഞ്ഞുങ്ങളുടെ രോഗത്തെക്കുറിച്ച്, എപ്പിലെപ്സിയെക്കുറിച്ച്, അപസ്മാരത്തെക്കുറിച്ച്, ഓട്ടിസത്തെക്കുറിച്ച് ആകുലപ്പെടുന്ന വ്യാകുലപ്പെടുന്ന അമ്മമാര്, ഗർഭിണികൾ, അവരെല്ലാം ഞങ്ങൾ ഈ സമയം സമർപ്പിക്കുന്നു. കർത്താവെ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ ആശ്രയിക്കുന്ന ഒരു മകൻ പോലും ലജ്ജിക്കാൻ ഇടയാക്കരുതെന്ന് സങ്കീർത്തനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്റെ വലിയ കൃപ മക്കളിലേക്ക് ആവശ്യിക്കണമേ. അടിപ്പണ്ട പോലെ വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി നിങ്ങളുടെ ശരീരത്തിലെ നീര് രോഗങ്ങളെ എടുത്തു മാറ്റിട്ടെന്ന് കൽപ്പിക്കുന്നു. യേശുവിൻ്റെ ശക്തിയിലേക്ക് ആവശ്യിക്കട്ടെ. ആന്തരിക അവയവങ്ങളുടെ ഗുരുതരമായ രോഗങ്ങളുള്ളവരെ കർത്താവ് സ്പർശിക്കട്ടെ. ആണിപ്രതാർന്ന് വലത് കർത്താവ് സ്പർശിക്കട്ടെ. അടിപ്പിണർ പോലെ സ്പർശിക്കട്ടെ. 38 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ യേശുക്രിസ്തു നാമം നീ സൗഖ്യം പ്രാപിക്കട്ടെ. നിന്റെ ഭവനം, നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിന് സമാധാനം ആശംസിക്കാൻ അരുളിച്ചത് കർത്താവേ, നിന്റെ നാമത്തിൽ ഇപ്പം പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബത്തിനും ഞാൻ സമാധാനം ആശംസിക്കുന്നു. ആ സമാധാനം അവിടെ നിലനിൽക്കുവാനും ആ മക്കൾ കർത്താവേ
ഇന്ന് അവരെ ഉത്കണ്ഠപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന, ആകുലപ്പെടുത്തുന്ന വ്യക്തികൾ, സംഭവങ്ങൾ, വിഷയങ്ങൾ എല്ലാം ഈ നിമിഷം കർത്താവ് സമാധാനമായിട്ട് പരിവർത്തനം ചെയ്യിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ നിങ്ങളെ ബന്ധിച്ചിരിക്കുന്ന എല്ലാ തടസ്സങ്ങളും ദോഷങ്ങളും യേശു ക്രിസ്തു നാമം നീങ്ങിപ്പോകട്ടെ. ഐ കമാൻഡ് യു ഇൻ ദി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ബി ഹീൽഡ്. എൻ്റെ പ്രിയപ്പെട്ട, നമ്മൾ ഇന്ന് 2 വചനങ്ങൾ വായിക്കണം. ചൊവ്വാഴ്ച തമ്മിൽ ഭയങ്കര കണക്റ്റഡ് ആയിരുന്നു. ഒരു വചനം എന്ന് പറയുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 14:8 അത് ഒരു വിധവയുടെ ചില്ലിക്കാശാണ്, 2 ചെമ്പ് തുട്ടുകൾ. പക്ഷേ ഈശോ 2 വേ ചെയ്യുന്ന ആ ഒരു രീതികളാണ്. ജസ്റ്റ് നമുക്കത് വായിച്ച് കേട്ടെ, അതിന് ഞാൻ അത് പറയാം നിങ്ങളോട്. അത് വായിക്കേണ്ടത് ലൂക്കായുടെ സുവിശേഷം 21:2. ലൂക്ക 21:2. ദരിദ്രയായ ഒരു വിധവ 2 ചെമ്പ് തൊട്ടുകൾ ഇടുന്നതും അവൻ കണ്ടു. ദരിദ്രയായ, അതായത് 21-ാം അധ്യായം, ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 2-ാമത്തെ വാക്യം. ശ്രീഭണ്ഡാരത്തിൻ്റെ മുമ്പിൽ കർത്താവ് ഇരിക്കരുന്ന്. അപ്പോൾ ദരിദ്രയായ ഒരു വിധവ കൊണ്ടുവന്ന് 2 ചെറുതൊട്ടുകളിട്ട് അവളുടെ അന്നത്തെ ഉപജീവനത്തിലുള്ള മാർഗ്ഗമാണ് അവൾ ദൈവത്തിൻ്റെ മുമ്പിൽ കാഴ്ചയായിട്ട് കൊടുത്തത്. അത് കണ്ടോടുകൂടി കർത്താവ് എഴുന്നേറ്റെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് അപ്പോസ്തലന്മാരുടെ കമൻറ്റ് ചെയ്തു, സീ ദിസ്, ആ വിധവ തനിക്കുള്ളത് മുഴുവൻ നിക്ഷേപിച്ചു വന്നു. എന്നിട്ട് കർത്താവ് അവിടെ താരതമ്യം വെച്ചെടുത്തി. ചില ആൾക്കാർ അവിടെ ഉള്ളവർ അവർക്കുള്ളതിൻ്റെ മിച്ചം വന്നാണ് ഇടുന്നത്. ഇവർ ചെറിയ തുകയാണെങ്കിലും തനിക്കുള്ള മൊത്തം നിക്ഷേപിച്ചു വന്നു. ഇതിൻ്റെ കൂടെയാണ് നമുക്കിത് മറ്റേ വചനം വായിക്കേണ്ടത്. ഏതൊക്കെയാണ്? 14:8 മർക്കോസിൻ്റെത് സുവിശേഷം. ഇവൾക്ക് സാധിക്കുന്നത് ഇവൾ ചെയ്തു. എൻ്റെ സംസ്കാരത്തിന് വേണ്ടി ഇവൾ എൻ്റെ ശരീരം മുൻകൂട്ടി തൈലം പൂശുകയാണ് ചെയ്തത്. ഇത് കണ്ട, ഓരോരുത്തർക്കും അക്സെപ്റ്റ് ചെയ്യേണ്ട രീതി കണ്ട. ഇപ്പം ചെറിയത്, ഇപ്പം ഇതെന്താ ചെയ്തിരിക്കണം? 300 ദിനാറാണ് ഒരു ദിവസത്തെ. അപ്പം ഈ ബദനിയയിൽ ലാസ്റ്റൻ്റെ പെങ്ങളും അറിയാം, ബദനിയാലും അറിയാം, 300 ദിനാറ ലാസ്റ്റനെ ഉയർപ്പിച്ചപ്പോഴേ അവൾക്കൊരു വിഷമമുണ്ടായി. ശരിക്കും പശ്ചാത്താപമാണ് ശരിക്കും പറഞ്ഞതിൻ്റെ സബ്ജക്റ്റ്. അതായത് ലാസ്റ്റനെ ഉയർപ്പിച്ച ദിവസം ഇവള് ആദ്യം വന്ന മാർത്തയല്ലേ ഓടി വന്നത്. ശരിക്കും പറഞ്ഞാൽ വരണ്ടിരുന്നത് മറിയല്ലേ. അവളല്ലേ അന്ന് കർത്താവിൻ്റെ വചനം കേട്ടത്, പദാന്ത്യത്തിൽ ഇരുന്ന്. മാർത്ത കുറേ എങ്ങനെ വീട്ടുജോലിയായിരുന്നല്ലോ. അപ്പം അതുകൊണ്ട്, പക്ഷേ ഒരു വിഷയം ഉണ്ടായപ്പോൾ മറിയത്തിനെ ലീഡ് ചെയ്ത് വന്ന മാർത്തായാണ്. മറിയത്തിന് വചനം കേട്ടെങ്കിലും ഒരു ജീവിത പ്രസിദ്ധി ഉണ്ടായപ്പോൾ കർത്താവ് ദൈവം നേരിട്ട് വന്നിട്ട് പോലും മറിയ എഴുന്നേറ്റില്ല. ഇങ്ങനെയൊക്കെ പക്ഷെ പിന്നീട് സംഭവിച്ചത് ലാസർ ഉയർപ്പാണ്. അതോടുകൂടി ഇവർക്ക് ഭയങ്കര പശ്ചാത്താപം ഉണ്ടായി. നമ്മുടെ കൃപാസനത്തിൽ ഞങ്ങൾ എന്തിനാണെന്ന് എപ്പോഴും അടയാളം എന്ന് പറഞ്ഞ കാര്യം, അടയാളം വന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പശ്ചാത്താപം ഉണ്ടാകും. വചനം കേൾക്കുന്ന പോലെ തന്നെ പശ്ചാത്തലം. പത്രോസിൻ്റെ 5:7 മത്സ്യങ്ങളുടെ ആധിക്യം കണ്ടപ്പോൾ അവന് അനുതാപം ഉണ്ടായി. അപ്പം അടയാളവും അത്ഭുതവും സഭകളിൽ എന്നും ഉണ്ടാകണം. എന്തിനാണ്? അത് അനുതാപത്തിന് വേണ്ടിയാണ്. അനുതാപം, ഇപ്പം നിങ്ങൾക്കൊരു അനുഗ്രഹം കിട്ടിയാൽ ഉടനെ നിങ്ങൾക്ക് അനുതാപം ഉണ്ടാകണം. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഇപ്പം അടയാളം കണ്ട് അപ്പോൾ അവർക്ക് ഒരു പശ്ചാത്തലം ഉണ്ടായി. ആർക്ക്? മേരിക്ക്. എന്താണ്? കർത്താവ് വിളിച്ചിട്ടും വന്നില്ലല്ല. കർത്താവ് വന്നപ്പോൾ അവൾ വീട്ടിൽ തന്നെ ഇരുന്നില്ലേ. അപ്പോൾ ഇത്രയും വലിയ സംഭവം നടക്കുമെന്ന് വിചാരിച്ചില്ലല്ല. അപ്പോൾ ഈശോ ഇത്ര താമസിച്ചാലും വന്നാൽ അടയാളം നടക്കും. അത് വിശ്വസിക്കാൻ അവർക്ക് കഴിഞ്ഞില്ലല്ല. വചനം കേട്ടത് വെറുതെ ആയില്ലേ. അപ്പോൾ അതൊക്കെ സങ്കടമായി. അപ്പം ആ സങ്കടമാണ് ഇവൾ ശരിക്കും പറഞ്ഞാൽ കർത്താവെ തെറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആണ് അവൾ 300 ദിനാറയ്ക്കുള്ള സുഗന്ധ തൈലം ആ കാലം ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ അപ്പുറത്ത് എന്താണ് ചെയ്യാൻ പറ്റുന്ന ഒരു അനുതാപമുള്ള ആൾക്കാർക്ക്? അതിനെ കർത്താവ് അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയാണ് എൻ്റെ മനസ്സിൽ എപ്പോഴും ബാധിച്ചിരിക്കുന്നത്. കർത്താവ് ഈ ബെത്തനിയായിലെ മറിയത്തിൻ്റെ 300 ദിനാറേയും ആ ചില്ലിക്കാശ് കൊടുത്ത വിധവയും ഒരേ അളവിലാണ് കാണുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ ദൈവവേദനെ നിനക്കുള്ളതുപോലെ നീ കൊടുത്താലും അതും ഇല്ലാത്തതിൽ നിന്ന് ഉണ്ടാക്കി കൊടുത്താലും അതും ദൈവമെല്ലാം ഒരുപോലെ വേ ചെയ്യും. കൊടുക്കണവൻ്റെ മനസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ദൈവത്തിന് ഞാനിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കാര്യത്തിൽ ഭയങ്കര ബിസിനസ്മാനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്ത അപ്പം തന്നെ ഞാൻ കർത്താവിൻ്റെ മഹത്വത്തിനെന്ന് പറഞ്ഞാൽ ഞാൻ കാഴ്ച വെക്കും. കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി നമ്മളെന്താ ഇവിടെ ജീവിക്കണത്? കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി. അപ്പം ചെറുത് ചെയ്താലും വലുത് ചെയ്താലും ദൈവത്തിൻ്റെ മഹത്വമായിരിക്കണം ലക്ഷ്യം. നമ്മുടെ മഹത്വമായി പോകുമ്പോഴാണ് ഇടറവുണ്ടാകുന്നത്. അപ്പം നീ ചെറുത് ചെയ്താലും വലുത് ചെയ്താലും കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ കാഴ്ച വെക്കുന്ന കാര്യം കർത്താവ് അത് അതുപോലെ തന്നെയാണ് കർത്താവ് അംഗീകരിക്കുന്നത്.
അല്ലാതെ ചെറുതായി പോയതുകൊണ്ട് കർത്താവ് നിൻ്റെ ഇടർവുകളെ ഇടിച്ച് കാണിക്കുകയോ വലുതായി പോയതുകൊണ്ട് കൂടെ പ്രേസ് ചെയ്യുകയോ ചെയ്യുകയല്ല. മറിച്ച് രണ്ടിനെയും കർത്താവ് ഒരുപോലെ കാണുന്നു. ദൈവത്തിൻ്റെ മഹത്വമാണ് രക്ഷിക്കുന്നത്. അപ്പം നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തിയ 17:4 അനുസരിച്ച് യോഹന്നാൻ്റെ സുവിശേഷം അനുസരിച്ച് ദൈവം നമ്മളെ മഹത്വപ്പെടുത്തും. അപ്പോൾ എല്ലാ അവസരങ്ങളും ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ളതാണ്. ഈ ദിവസം ഒരു പുതിയ ദിവസമാണ്. കിട്ടുന്ന ബ്ലാക്ക് എക്സ്പീരിയൻസ്, വൈറ്റ് എക്സ്പീരിയൻസ് എല്ലാം കർത്താവിൻ്റെ മഹത്വത്തിനായി കാഴ്ചവെക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ഒരു ജീവിതക്രമമാണ്. പലപ്പോഴും ഉടമ്പടിയുടെ ഓരോ ദിവസങ്ങളും ഈ സാക്ഷ്യത്തിൻ്റെ അൾത്താരയിൽ നിൽക്കുമ്പോൾ നമ്മളെ വല്ലാത്ത രീതിയിൽ സംഭ്രമിപ്പിക്കും. കാര്യം നാനാജാതി മതസ്ഥർ ഒരു ഷോർട്ട് ടൈമിൽ വെറും വളരെ ചുരുങ്ങിയ 4 മണിക്കൂറല്ലേ നിങ്ങൾ ഉടമ്പടി കാര്യങ്ങൾ, ദൈവകാര്യം കേൾക്കാൻ വേണ്ടി ചെലവഴിക്കുന്നുള്ളൂ. 40 വർഷം ദൈവകാര്യം കേൾക്കാൻ വേണ്ടി ചെലവഴിച്ചതിനേക്കാൾ എക്സ്പീരിയൻസാണ് ചിലർക്ക്. ചിലർ 40 വർഷമൊക്കെ ഈ ദൈവകാര്യം കേട്ടിട്ട് ഇന്ന് വരെ പച്ച പിടിക്കാത്ത ആൾക്കാരുണ്ട്. ഇത് 4 മണിക്കൂറാണിത് കേൾക്കണത്, ദൈവകാര്യം കേൾക്കണത്. പക്ഷെ അവരതിൻ്റെ അകത്ത് റൈറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തും. നമ്മൾ എന്ത് കേൾക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം. കേൾക്കുന്ന സമയങ്ങളിൽ തന്നെ നമ്മൾക്ക് അതിൻ്റെ സംശയങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നിവാരണം ചെയ്യപ്പെടണം. ഈ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ചിലപ്പോൾ ഞാനായിരിക്കും അവിടെ നിന്നുകൊണ്ട് ഈശോയുടെ നാമത്തിൽ സംസാരിക്കണത്. പക്ഷേ ചിലർ ഇതിൻ്റെ അകത്ത് ഈ അതായത് ടേക്ക് ദ ബ്രെഡ് ഓഫ് ഗോഡ് അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടും. ശ്രുതിക്കട്ടെ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ജീവന്റെ തിരുഭോജനേ, ആരാധന ജീവന്റെ തിരുഭോജനേ, ആരാധന ജീവന്റെ തിരുഭോജനേ. യോഹന്നാൻ 6:45. യോഹന്നാൻ 6:45. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഇപ്പം എല്ലാവരുമാണ്, അല്ലാതെ കുറച്ച് പേര് സെമിനാരിൽ ചേർന്ന് വൈദിക വിദ്യാർത്ഥികളായിട്ട് കുറേ 10 കൊല്ലം പഠിക്കണം അങ്ങനെയുള്ള കക്ഷികൾ മാത്രമല്ല. ദൈവത്തിൻ്റെ വാക്കുകൾ വളരെ സുതാര്യവും ലളിതവും ഹ്രസ്വവും ആണ്. എന്താണ്? അവരെല്ലാവരും ദൈവവചനം കേൾക്കുന്ന എല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും നമ്മൾ ആ സാധ്യത മനസ്സിലാക്കണം. ഞങ്ങളൊക്കെ വചനം പറയുമ്പോഴും നിങ്ങളൊക്കെ ജോസഫ് വചനമല്ല, ഞാനതിന് ശബ്ദം നൽകുന്ന മാത്രമേ ഉള്ളൂ. ദൈവത്തിൻ്റെ റിട്ടേൺ വേർഡ് ഓഫ് ഗോഡിന് ഞാനൊരു സൗണ്ട് ചെയ്ത് കൊടുക്കും, ഞാൻ ശബ്ദം കൊടുക്കും. എന്നുവെച്ചാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് അപ്പാരറ്റസ് ചെവിയല്ലേ അല്ലേ? അപ്പം ചെവിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഇനി ശബ്ദം കൊടുക്കാൻ, ശബ്ദസംബന്ധമായ കാര്യങ്ങളല്ലേ ചെവി അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താ ചെയ്യണത്? ദൈവത്തിൻ്റെ വാക്കുകൾ എടുത്തിട്ട് നിങ്ങളുടെ ചെവിക്കും എൻ്റെ ചെവിക്കും പറ്റുന്ന രീതിയിൽ ഞാൻ അതിനെ ശബ്ദം കൊടുക്കും അതിന്. അപ്പം നിങ്ങളത് കേൾക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ചിലരെന്ത് ചെയ്യും, അത് മനുഷ്യനാൽ പഠിപ്പിക്കുന്ന പോലെയും ആകും, ദൈവത്താൽ പഠിപ്പിക്കുന്ന പോലെയും ആകും. ഇപ്പം നിങ്ങളൊരു 100 പേരുണ്ടെന്ന് വിചാരിച്ചോ, 50 പേർക്ക് ഞാൻ ജോസഫ് അച്ഛൻ പഠിപ്പിച്ച പോലെയാവും, മനുഷ്യൻ പഠിപ്പിച്ച പോലെയാവും. 50 പേർക്ക് ദൈവം പഠിപ്പിച്ച പോലെയാവും. അതെങ്ങനെ അറിയാൻ പറ്റും? ചിലർക്ക് കേൾക്കുമ്പോൾ തന്നെ സംശയങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കൊണ്ടിരിക്കും. ചിലർക്ക് സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇതാണ് സംഭവം. ഈ സംശയങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടണില്ല എന്നർത്ഥം. ക്ലാരിഫിക്കേഷൻ കിട്ടണില്ല. നമ്മൾ ഇരുട്ടത്ത് ഇറങ്ങി നടക്കുകയാണ്, നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ നടക്കാൻ പറ്റില്ല നമുക്ക്.
അല്ലേ? നമുക്ക് ഇരുട്ടത്ത് നടക്കിയിടുമ്പോൾ അത് പവർ കട്ടാണെന്ന് വിചാരിച്ചോ? നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റണില്ലെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റത്തില്ല. കാര്യം വചനത്തെ സംബന്ധിച്ചിടത്തോളം വചനത്തെക്കുറിച്ചുള്ള ഒരു വാക്യം എന്ന് പറയുന്നത്, ദൈവത്തിൻ്റെ വചനം തൻ്റെ പാദങ്ങൾക്ക് ദീപവും പാതയിൽ പ്രകാശവുമാണ്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. 119 സങ്കീർത്തനം 105 തിരുവചനം. 119 സങ്കീർത്തനം 105 തിരുവചനം. അങ്ങയുടെ വചനം, അങ്ങയുടെ വചനം എന്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. അപ്പം ഓരോ വചനത്തിൻ്റെയും അതിൻ്റെ മിഷൻ എന്താണ്? ദൗത്യം. വചനത്തിൻ്റെ ദൗത്യം എന്താണ്? ഓരോ വചനവും അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും, എന്താണ്? പാതയിലെ പ്രകാശവുമാണ്. എന്നുവെച്ചാൽ ഞാൻ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കുമെന്ന് പറഞ്ഞ വചനത്തിൻ്റെ കൂടെയാണ് ഇത് പോണത്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ഞാൻ നടക്കേണ്ട വഴി. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 32 സങ്കീർത്തനം 8 തിരുവചനം. സങ്കീർത്തനം 32:8. ഞാൻ നിന്നെ ഉപദേശിക്കാം, നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം. ഇപ്പം എല്ലാ ഈച്ച് ആൻഡ് എവരി ഡിസിഷന്, തീരുമാനങ്ങൾക്കെല്ലാം കറസ്പോണ്ടിങ് ലൈറ്റ് ഓഫ് വേർഡ് ഉണ്ട്. പ്രകാശത്തിൻ്റെ വചനങ്ങളുണ്ട്. ലൈറ്റ് ഓഫ് ദി വേൾഡ്, ലൈറ്റ് ഓഫ് ദി വേർഡ്, പ്രകാശത്തിൻ്റെ വചനം. അതായത് ഓരോ വിഷയത്തിനും അതിനാവശ്യമായ ലൈറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമായ വചനം നമ്മൾ അറിഞ്ഞിരിക്കണം. ഉടമ്പടിയിലെ ഒരു പ്രധാനപ്പെട്ട എക്സസൈസ് എന്താണ്? അരമണിക്കൂർ വചനം വായിക്കുക. പിന്നെന്താണ്? ഉടമ്പടി ധ്യാനം എല്ലാ ദിവസവും കൂടുക. ഇപ്പം അഡീഷണലായിട്ട് വെച്ചിരിക്കണത് എന്താണ്? ഡെയിലി ബ്രെഡ്. അല്ലാതെ ഉടമ്പടിയുടെ പരിസരങ്ങളെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ, ഉടമ്പടി ആക്ടിവേറ്റ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് അറിയണമെന്നുണ്ടെങ്കിൽ ഉടമ്പടി വിഹിതമായ വചനങ്ങൾ അറിയണം നമ്മൾ. ഉടമ്പടി വിഹിതമായ വചനങ്ങളാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ വെളിച്ചമായിട്ട് വരണത്. നമ്മുടെ ഉടമ്പടി ജീവിത പാതയിൽ വെളിച്ചമായിട്ട് വരണത് ഉടമ്പടി വിഹിതമായ വചനങ്ങളാണ്. അതുകൊണ്ടാണ് അരമണിക്കൂർ വചനം വായിക്കണമെന്ന് പറയുമ്പോൾ ഉടമ്പടി വചനമാണ് നമ്മൾ വായിക്കേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു കുഞ്ഞൊരു സാക്ഷ്യം പറഞ്ഞു. ഒരു കോതമംഗലത്ത് ഒരു കൊച്ചുകുട്ട, എൻ്റെ പേര് ഞാൻ പറഞ്ഞു. അവൻ സാക്ഷ്യം പറഞ്ഞ അവന് ബൈബിൾ അവരുടെ ജില്ലയിൽ ബൈബിൾ ജിസ്മോൻ്റെ സാക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ബൈബിൾ ക്വിസാണ്. അവനെന്താ ചെയ്യണത്? അവൻ രാവിലെ എഴുന്നേറ്റിട്ട് ഡെയിലി ബ്രെഡ് കേൾക്കും. എന്നിട്ട് അതിൽ പറയുന്ന വചനങ്ങളെല്ലാം കുറിച്ച് വെക്കും. അത് മാത്രമാണ് അവൻ പഠിച്ചിരിക്കുന്നത്. 2 മാസത്തെ വചനങ്ങൾ ഗൃഹപാഠമായിട്ട് പഠിച്ചു. 102 വചനങ്ങൾ പഠിച്ചു. 302 വചനങ്ങൾ അവൻ പഠിച്ചു. അപ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് പലപ്പോഴും സംഭവിക്കുന്നത്, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്, ഉടമ്പടി വളരെ ദൈവികമായ ഒരു സംവിധാനമാണ്. കാര്യം അത് എന്നെ ഞെട്ടിക്കണമെന്ന് പറയുന്നത്, ഞാനിപ്പോൾ അച്ഛനായിട്ട് ഈ ശുശ്രൂഷ തുടങ്ങിയിട്ട് 10-39 കൊല്ലം ആയി, അപ്പം കഴിഞ്ഞു. പക്ഷേ ഇങ്ങനെ ജനങ്ങളെ അനുദിനം ഒരുമിച്ച് കൂട്ടുകയും നാനാജാതി മതസ്ഥരെ അവരുടെ വേദനക്കാലങ്ങളിലെ കർത്താവിൻ്റെ സ്നേഹത്തിലേക്കും പരിപാലനയിലേക്കും വിളിക്കുകയും ചെയ്യുന്ന ശുശ്രൂഷ ഞാൻ എൻ്റെ ജന്മത്തെ കണ്ടിട്ടില്ല. ഞാൻ ചരിത്രം നല്ലവണ്ണം പഠിക്കുന്ന ആളാണ്. ഓരോ ശുശ്രൂഷകളും എന്ന് തുടങ്ങി. ഇപ്പോൾ നിത്യാരാധന ഇന്ന് 13-ാം നൂറ്റാണ്ടിലാണ് നിത്യാരാധന തുടങ്ങിയത്. 13-ാം നൂറ്റാണ്ട് 700 കൊല്ലമേ ആളോ നിത്യാരാധന തുടങ്ങിയിട്ട്. കുരിശിൻ്റെ വഴി സഭയിലെ ശുശ്രൂഷയാണ്. അതിൻ്റെ തുടങ്ങിയിട്ട് 800 കൊല്ലമായി. 12-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയതാണ്. ജപമാല 16-ാം നൂറ്റാണ്ടിൽ തുടങ്ങിയതാണ്. പക്ഷേ ഇതെല്ലാം അനുവർത്തിക്കുന്നത് ആരാണ്? ദോസ് ഹു ആർ മെൻറ്റ്. അത് ആരാണ് ഇതോടെ മെൻറ്റ്? കാത്തലിക്സാണ് ശരിക്കും പറഞ്ഞത്. പക്ഷേ ഉടമ്പടി കാലം വന്നപ്പോഴാണ് ക്രിസ്ത്യൻസിന് മൊത്തം CSI, പെന്തക്കോസ്റ്റ്, മാർത്തോമ, ഓർത്തഡോക്സ്, യാക്കോബ, കത്തോലിക്ക, ഇനി നോൺ ക്രിസ്ത്യൻസ് എല്ലാവർക്കും കൂടി ഒരുമിച്ച് കൂടാനും കണ്ണീരിൻ്റെ കാലത്ത് ദൈവത്തിൻ്റെ ആശ്വാസം പ്രാപിക്കാനുള്ള സംവിധാനമായിട്ട് ദൈവം തന്നാണ് ഉടമ്പടി. അതിപ്പോഴേ നമ്മൾ 16-ലാണ് ഇത് ആക്ടിവേറ്റ് ആകണത്. 16 തൊട്ട് ഇങ്ങോട്ട് 8 കൊല്ലത്തെ വളർച്ചയിൽ എന്തൊരു വളർച്ചയാണ് ജനങ്ങൾ, എന്തൊരു ദൈവാനുഭവമാണ് ജനതകൾ പ്രാപിച്ചത്.
അന്ധകാരത്തിൽ ജീവിച്ചിരുന്ന ഒരു പ്രകാശം കണ്ടു എന്ന് പറഞ്ഞില്ലേ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ. മത്തായി 4:16. മത്തായി 4:16. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിന്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. അത് ഈശോനെ കുറിച്ചാണ് അത് പറയണത്. പക്ഷെ അതിൻ്റെ ഫലപ്രാപ്തി ഈശോന്റെ കാലത്ത് പോലും അതേസമയം തന്നെ വിജാതിയരും യഹൂദരുമൊക്കെ ഈശോയെ സ്വീകരിക്കുന്നതിന് ഭയങ്കരമായ തടസ്സങ്ങളുണ്ടായിരുന്നു. സഭയിൽ വിവാദങ്ങളായ പഠനങ്ങളൊക്കെ ഉണ്ടായത് അതുകൊണ്ടാണ്. ചില യഹൂദന്മാരായിട്ടുള്ള ആൾക്കാർ ക്രിസ്ത്യാനിലേക്ക് വന്നപ്പോൾ ഈ ക്രിസ്ത്യാനിസായിട്ടുള്ള പത്തോസിനെപ്പോലുള്ളവർ പറഞ്ഞു, നിങ്ങൾ ആദ്യം ഈ വിജാതിയരായിട്ടുള്ള ആൾക്കാർ ക്രിസ്ത്യാനിലേക്ക് വന്നപ്പോൾ പത്തോസ് ആദ്യം പറഞ്ഞു, നിങ്ങൾ ആദ്യം യഹൂദരാകണം, പിന്നെ നിങ്ങൾ സർക്കംസിഷനൊക്കെ ചെയ്യണം, ചേതനാചാരം ചെയ്യണം, എന്നിട്ട് ക്രിസ്ത്യനായിട്ട് ബാപ്റ്റിസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ സങ്കീർണങ്ങളായ പഠനങ്ങളൊക്കെ വന്ന് അതിനോട് ബന്ധപ്പെട്ട് ഇതുപോലെ കാഴ്ചപ്പാടുകളുടെ വിഷയമങ്ങൾ കാരണം ഒത്തിരി ആര്യനിസം അങ്ങനെയൊക്കെ കുറേ അധികം പാഷാണ്ഡതകളും സിസ്റ്റമുകളൊക്കെ സഭയിലുണ്ടായി. പിന്നെ സഭയുടെ കുറേ പണി തന്നെ ഇതിന് മറുപടി പറഞ്ഞ് നടക്കുന്നതായിരുന്നു. കുറേ നൂറ്റാണ്ടുകൾ തന്നെ അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷേ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിവാദമില്ല. എന്താണ്? സിമ്പിളാണ്, എല്ലാവർക്കും സിമ്പിളാണ്. ഫസ്റ്റ് ഫ്രഷ് കമേഴ്സിന് വരെ എന്താണ്, വേറെ ഒന്നുമില്ല, അവൻ പറയണ പോലെ ചെയ്യുക, അത്രയേ ഉള്ളൂ. വീഞ്ഞില്ല, വെള്ളമില്ല, ജോലിയില്ല, ജീവിതമില്ല എന്നൊക്കെ പറയുമ്പോൾ ആർക്ക് വേണമെങ്കിലും ജീവിതം തിരിച്ചു പിടിക്കാം. എത്ര സാമ്പത്തികമായ ബാധ്യതകൾ കിടന്നവരും രോഗമൂർച്ചയിൽ കിടക്കുന്നവർക്കും ആരോഗ്യത്തേക്ക് തിരിച്ചു വരാം. സിമ്പിളായിട്ടൊരു കാര്യം ചെയ്താൽ മതി. എന്താണ്? സുവിശേഷവിഹിതമായി ജീവിതം പുനഃക്രമീകരിക്കണം. നിങ്ങൾ നിങ്ങളുടെ മതത്തിൽ തുടരുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ സംസ്കാരം തുടരുകയോ അതൊന്നും ഉടമ്പടി അവിടെ വന്ന് ആരെയും ഡിസ്റ്റർബ് ചെയ്യത്തില്ല. നിങ്ങളോട് എന്താ പറയണത്? നിങ്ങൾ ക്രിസ്തുവിൻ്റെ ഈ ഉടമ്പടിയിലാണ് നിങ്ങൾ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അവലംബം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ വചനങ്ങളാണ്. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. ഉടമ്പടിയിലാണ് നിങ്ങൾ ആശ്രയിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അവലംബങ്ങൾ ക്രിസ്തുവിൻ്റെ വചനങ്ങളാണ്. അത് അനുസരിച്ച് ചെയ്യുമ്പോൾ പിന്നെ എല്ലാം ദൈവത്തിൻ്റെ വാഗ്ദാന പ്രകാരമാണ് നടക്കുന്നത്, അല്ലാതെ സഭയുടെ പഠനങ്ങളനുസരിച്ചല്ല. അതായത് വ്യത്യാസം അതാണ്. അതുകൊണ്ടാണ് ഞാൻ നോൺ ക്രിസ്ത്യൻസിനെ ഡിസ്റ്റർബ് ചെയ്യാത്തതിൻ്റെ കാരണം. നിങ്ങൾക്കുണ്ടാകുന്ന ദൈവാനുഭവങ്ങൾ ഇപ്പം ഞങ്ങൾക്ക് കാത്തലിക്സ് സഭയുടെ പഠനങ്ങൾക്കാണ് പ്രധാനം. ദൈവവചനം പോലെ പ്രാധാന്യമാണ് സഭയുടെ പഠനങ്ങൾക്കും. കാര്യം ഞങ്ങൾക്ക് അതിൻ്റെ ആ മേഖലയിൽ ഞങ്ങൾക്ക് കൂടുതൽ ബോധ്യങ്ങൾ തന്നിട്ടുണ്ട് സഭ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഫ്രഷ് കമേഴ്സാണ് വരണത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവം? നിങ്ങളുടെ ആധാരങ്ങൾ എന്താണ്? വചനമാണ് നിങ്ങളുടെ ആധാരം. നിങ്ങളുടെ അവലംബം എന്താണ്? ആ വചനം അവൻ പറയണ പോലെ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ റിസ്ക് തീർന്ന്, നിങ്ങൾക്ക് കടമാണ്, രോഗമാണ്, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമില്ല, നിങ്ങളതിൻ്റെ അകത്ത് ആശ്രയം വെച്ചിരിക്കുന്നത് ഉടമ്പടിയാണ്. ഉടമ്പടി അവലംബങ്ങളെന്ന് പറയുന്നത് കർത്താവിൻ്റെ വചനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് ദൈവസ്നേഹത്തോടെ മുന്നേറുന്നവരെ നിങ്ങൾക്കറിയാമല്ലോ. വാഗ്ദാനത്തിൻ്റെ ഏറ്റവും വലിയ വാഗ്ദാനത്തിൽ 100% അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരുപക്ഷെ ഏക ആധ്യാത്മിക പരിചരണമാണ് ഈ ഉടമ്പടി. എന്താ കാര്യം? ഉടമ്പടി അവലംബപ്പെടുത്തിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനം എന്താണ്? ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. വാഗ്ദാനം എന്തുമാത്രമുണ്ടെന്നാണ് വിചാരിക്കണത്? അതായത് 8850 വാഗ്ദാനങ്ങളുണ്ട്. ഈ വാഗ്ദാനങ്ങളിലാണ് ഉടമ്പടി വർക്ക് ചെയ്യണത്, അല്ലാതെ മറ്റ് പഠനങ്ങളിലല്ല. അതാണ് എൻ്റെ അക്രൈസ്തവരുടെ ഏറ്റവും വലിയ ഗുണം. അതാണ്. എന്നൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ദൈവം ഉടമ്പടി വർക്ക് ചെയ്യണത് സഭാ പഠനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയല്ല. എന്താണ് ഉടമ്പടി വർക്ക് ചെയ്യണത്? അക്രൈസ്തവർക്ക് ഉടമ്പടി വർക്ക് ചെയ്യണത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അതുകൊണ്ടാണ് നിങ്ങൾ അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. അയ്യോ, ബൈബിളിൽ ടേക്ക് ബെടപ്പോടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ. 2 തിമോത്തിയോസ് 2:13. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ഒരു ഭയങ്കര ഓപ്പൺ മാർക്കറ്റ് എന്ന് പറഞ്ഞ പോലെയാണ്. അതായത് ഇത് മൊണോപ്പൊളി ഇല്ല ഇതിൻ്റെ അകത്ത്.
അപ്പന്മാർക്കത് മറ്റത് റിസർവ്ഡ് ഇല്ല, ആർക്കെങ്കിലും വേണ്ടി റിസർവ് ചെയ്തിരിക്കണമല്ല. ഇപ്പം കൃപ റിസർവേഷനിലുള്ളതാണ്. പക്ഷേ ഉടമ്പടിയെ സംബന്ധിച്ചിടത്തോളം നിത്യരക്ഷയ്ക്ക് അതിന് ആവശ്യമായ കൃപ കൗതാശികമായി റിസർവ്ഡാണ് നിത്യജീവനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അതിൻ്റെ തീരുമാനങ്ങളൊക്കെ അന്ത്യ തീരുമാനങ്ങൾ എടുക്കുന്നത്, അക്രൈസ്തവരെക്കുറിച്ചുള്ള അന്ത്യ തീരുമാനം എടുക്കുന്നത് ആരാണ്? ദൈവമാണ് തീരുമാനം എടുക്കുന്നത്. അതെവിടെ നിന്നാണ് ആ തീരുമാനം വരണത്? നിങ്ങളുടെ ആത്മാർത്ഥതയിലൂടെയാണ് തീരുമാനം കയറുന്നത്. നിങ്ങളുടെ ഓരോ വ്യക്തികളും ക്രിസ്തുവിനോട് ഇപ്പോൾ വിഷയബന്ധിയായിട്ട് നിങ്ങൾക്ക് ഉടമ്പടി എടുക്കാം, വ്യക്തിബന്ധിയായിട്ട് ഉടമ്പടി എടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞ ഭാഗങ്ങളെല്ലാം വിഷയബന്ധിയായിട്ട് ഉടമ്പടി എടുക്കുന്ന തുടക്കക്കാരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അക്രൈസ്തവരിൽ നിന്ന് വരുന്ന തുടക്കക്കാരില്ലേ, അവർ ചെയ്യണത് വിഷയബന്ധിയായിട്ടാണ് ഉടമ്പടി എടുക്കണം. അവർക്ക് IELTS പാസ്സാകണം, അവരുടെ വസ്തു വിൽക്കണം, കടങ്ങൾ മാറണം, വിഷയബന്ധിയാണ്. ഉടമ്പടിയുടെ ആദ്യ പ്രൈമറി ഭാഗങ്ങളെല്ലാം വിഷയബന്ധിയാണ്. ഉടമ്പടി കുറച്ചുകൂടി മച്ചുറായി കഴിയുമ്പോൾ, ഉടമ്പടി ജീവിതമാണല്ലോ, അത് വ്യക്തിബന്ധിയായിട്ട് മാറും. അത് ഓപ്ഷനിലാണ്. ഞങ്ങളാരും നിങ്ങളോട് വ്യക്തിബന്ധിയാകണമെന്ന് നിർബന്ധിക്കുകയോ നിർബന്ധപൂർവ്വം നിങ്ങളെ മതം മാറ്റുകയോ അങ്ങനെ വിഷയം വരെ ചെയ്തിട്ടുണ്ടോ? എന്നെ ഒരിക്കലും ചെയ്യത്തില്ല. അത് ദൈവം അവനവന് കൊടുക്കുന്ന കൃപയുടെ അടിസ്ഥാനത്തിലായിരിക്കും. അത് അവനവൻ ദൈവത്തോട് കാണിക്കുന്ന ആത്മാർത്ഥയുടെ അടിസ്ഥാനത്തിലായിരിക്കും. ചിലർ വസ്തുവിന് മാത്രം ദൈവത്തിൽ ആശ്രയിക്കും, ചിലർ വ്യക്തിക്ക് വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കും. അത് അവരുടെ വിഷയങ്ങളാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.